കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുകയാണ്. അങ്ങയുടെ പേര് പറഞ്ഞില്ല. അബ്ബാ മോഹൻ. അക്കോക്കിന്റെ സംസ്ഥാന രക്ഷാധികാരിയാണ്. അക്കോക്ക് എന്താണ്? അക്കോക്ക് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഓഫ് കേരള. പ്രധാന പരിപാടി കേരളത്തിൽ നമ്മൾ പലയിടത്തും ഭക്ഷണ അലമാരകൾ സ്ഥാപിച്ചിട്ട് അത് ജനങ്ങൾക്ക് 1500ഓളം പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന്റെ നല്ല കാര്യം സാറേ, മട്ടാഞ്ചേരി കൂവപ്പാടത്ത് ആദ്യമായിട്ട് ഷാപ്പ് പൂട്ടിച്ചപ്പം മൻമോഹൻ സാറിനോടും കുമാരവിള്ള സാറിനോടും ഒപ്പം അവിടെ എത്തി ഷാപ്പ് പൂട്ടുന്നതിൽ പങ്കാളിയായ ഒരുവനാണ് ഞാൻ. MP മന്മഥനും അതുപോലെ പ്രൊഫസർ G കുമാരപിള്ളയൊക്കെ തന്നെ ഈ മദ്യനിരോധന പ്രസ്ഥാനവുമായി വളരെ ബന്ധപ്പെട്ട് നടന്നവരാണ്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? മക്കളെ എവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്? ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ വളരെ കാര്യമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഇറങ്ങി എവിടെയാ ഇപ്പം? കായംകുളത്ത് എവിടെയാ? മത്സ്യ മാർക്കറ്റാണോ? ഞാൻ ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണല്ലോ. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എല്ലാവരും പുളിയറ സ്കൂളിലെയാണോ? ഇന്ന് പരീക്ഷ വല്ലതും ഉണ്ടോ അവിടെ? 10ാം ക്ലാസ് പരീക്ഷ ഇല്ലേ? ഇന്ന് ഞായറാഴ്ച ഇല്ലേ? എന്റെ തലയിൽ ആള് താമസമില്ലെന്ന് ആൾക്കാർ പറയും. അപ്പൊ മോളെ സന്തോഷം. വെടിയാം ലഹരി ആസ്വദിക്കാം ജീവിതം അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇവിടെ NCC സ്കൗട്ടാ അല്ലേ? ഓക്കെ, താങ്ക് യു. മക്കളെ എന്താ പേര്? കൈലാസ്. ടീച്ചറാണോ? ടീച്ചർ എന്നെ സ്വീകരിക്കുന്ന ടീച്ചറെ സ്വീകരിച്ചോ? ഇനിയിപ്പോ നമുക്കൊന്നും നോക്കാനില്ല. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും. സന്തോഷം. ടീച്ചറിന്റെ പേരെന്താ? ഏത് വിഷയം പഠിപ്പിക്കുന്നത്? ഈ സ്കൂളിലല്ലേ? താങ്ക് യു. ടീച്ചറാണോ പേരന്റാണോ? ഓക്കെ സാർ. എന്റെ അയ്യോ, ഈ രജിത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഈ രജിത്രയാണ് നമ്മുടെ ഫോളോവേഴ്സ് ഒരു കൂടി പങ്കെടുത്ത ആൾക്കാരെ ഞെട്ടിച്ചത്. വാർത്ത വായിച്ച് തെറ്റിച്ച്. എന്തായിരുന്നു വാർത്ത? ഓർമ്മിപ്പിച്ച്. പ്രധാന വാർത്ത എഴുതാൻ മറന്നുപോയി. അതുകൊണ്ട് ക്യാമറ ഓൺ ആയപ്പോൾ പറഞ്ഞു പ്രധാന വാർത്ത ഞാൻ എഴുതാൻ മറന്നുപോയി എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വാർത്താ വായനക്കാരിയാ. വീട് നമ്മൾ പണിയുന്നു. എവിടെയാ പണിയുന്നത്? ഇവിടെ തന്നെ, പത്തിയൂര് തന്നെ, 24 കണക്റ്റിന്റെ ഭാഗമായിട്ട്. ഈ വീടില്ല എന്ന് പറഞ്ഞു. K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നമ്മൾ വീട് പണിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 താങ്കൾക്ക് സ്വാഗതം. സിനിമക്ക് സ്വന്തമായിട്ട് സിനിമയൊക്കെ ഞാനായിട്ട് പരിചയപ്പെട്ടില്ല ഇതുവരെ. മനസ്സിലായി സാറേ. 40 വർഷം പൂർത്തിയാക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. 45 വയസ്സായവരോടാണ് മാധ്യമ രംഗത്ത് സാർ ഇതിന്റെ സ്നേഹം. വീടൊക്കെ പൂർത്തിയാവട്ടെ. സന്തോഷമായിട്ട് ജീവിക്കാം. ഏട്ടന്റെ പേരെന്താ? സുൽഫിക്കർ. നമ്മുടെ ഗോപികൃഷ്ണൻ ഇവിടെ കാണാൻ കണ്ടവരുണ്ടോ? അങ്ങനെ പേരെന്താ? അജിത്ത്. സജൻ മെഡയിൽ. ചേട്ടാ എന്ത് പറ്റി? ഹനീഫ. അജി സോൾമേറ്റ്. 5 ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോ എനിക്കായിരുന്നു അതിന്റെ ഒരു സമ്മാനം അടിച്ചത്. നമ്മൾ ഇറങ്ങിയത് ഒരു ദൗത്യത്തിനായിട്ടാണ് കേട്ടോ. താങ്കളിങ്ങി വന്നേ ആട്ടി. ഇങ്ങ് വന്നേ. നമ്മൾ ഇറങ്ങിയ കാര്യം എന്തോന്ന് മനസ്സിലായോ? എന്താ കാര്യം? ലഹരി വിരുദ്ധമല്ല, വളരെ രാസലഹരി പ്രചരിക്കുന്നു. നമ്മുടെ കുട്ടികളെയൊക്കെ ഇത് സ്വാധീനിക്കുന്നു. കുട്ടികളെ കൊണ്ട് ഇത് വാഹകരാക്കുന്നു. അതിനെതിരായിട്ട് ഇറങ്ങിയതാ. എന്താ പേര്? ശ്യാമള. എന്താ ചെയ്യുന്നേ? അമ്മയ്ക്ക് മനസ്സിലായോ ഈ കാര്യം? ഓക്കെ. എന്താ പേര്? എന്റെ പേര് ലീലയെന്ന. അമ്മ പഠിക്കുന്ന പിള്ളേരും ഉണ്ടോ വീട്ടില്? ഉണ്ട്, കൊച്ചുമക്കളൊക്കെ സൂക്ഷിക്കണം. അത്ര നല്ല കാലം പിള്ളേരുടെ കൊണ്ട് ആരും ഓർക്കും പേടിയാ. നമ്പർ ഞങ്ങൾക്ക് വേണം. പിന്നെന്താ നമ്പർ തരും കേട്ടോ. ഓക്കെ, എനിക്ക് പഴയ നമ്പരേ ഉള്ളൂ. എല്ലാം പഴയതാ. ഓക്കെ. സാറിന്റെ ഈ ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിന് ഒത്തിരി സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ അലർട്ടാണോ കുട്ടികളുടെ കാര്യത്തിലൊക്കെ? കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. എങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. സ്കൂൾ വരാന്തയിലൊക്കെ അപരിചിതരായ ആൾക്കാരെയൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ജാഗ്രതയുണ്ട് സ്കൂളിനല്ലേ? ഒറ്റയാളെ പോലും അവിടെ അടുപ്പിക്കും. എപ്പോഴും കുട്ടികളുടെ പിന്നാലെയാണ്. മക്കളെ പേരെന്താ? ഗൗരിക്കുട്ടിയല്ലേ? ഇതെല്ലാം പിടിച്ചോ. ഓക്കെ, മിടുക്കി. എന്താ പേര്? വൈഗ. നിങ്ങൾക്കൊക്കെ അറിയാമോ ഈ ലഹരി വിരുദ്ധ കാര്യം? ഇതെന്തോ ജീവിതമാണ് ലഹരി, നാം എന്ന് ആസ്വദിക്കണം. കറക്റ്റാ മോളെ, ജീവിതമാണ് നമ്മുടെ ലഹരി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ലോ കോളേജ് സ്റ്റുഡന്റ്. ഏത് ലോ കോളേജാണ്? ഇതന്നെ എഴുതി കോളേജ് ഓഫ് ലോ ആൻഡ് റിസർച്ച്. ശിഷ്യനായിരുന്നു. അയ്യോ, ലോകം അറിയുന്ന ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞനായിരുന്നു നിധി കേട്ടോ. യതിയുടെ സാഹിത്യം പോലും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ബോധധാര പോലെയുള്ള മനഃശാസ്ത്രപരമായ സാഹിത്യ സങ്കേതം അതിലുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കണം ആരായിരുന്നു യതി എന്നുള്ളത് കേട്ടോ. ഗുരുവാണ് അദ്ദേഹം. അപ്പൊ നമ്മള്
the more you use, the less you leave. അപ്പോൾ സി ക്ലാർ ലോ കോളേജ് ജി ക്ലാർ അല്ലേ? ജി ക്ലാർ എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണോ? ഗോപിക്ക് ഇതിനെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മൾ ഈ കോളേജ് കുട്ടികളൊക്കെ തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം, ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം കേട്ടോ. മോളെ, നമ്മുടെ അപരിചിതരായവരൊന്നും കോളേജ് വരാൻ പാടില്ല. നിങ്ങളെയൊക്കെ കാരിയേഴ്സ് ആക്കാൻ ആൾക്കാർ ശ്രമിക്കും. നമുക്ക് 90 ദിവസം കൊണ്ട് അവസാനത്തെ മാഫിയ സംഘത്തിനെയും കേരളത്തിൽ നിന്ന് കെട്ടി. മാഫിയ എന്ന് വെച്ചാൽ ലോക്കൽ ഡൂക്ലി മാഫിയ ഉണ്ട് കേട്ടോ. നമ്മളെ അവന്മാരെല്ലാം നമ്മൾ എക്സർസൈസ് ചെയ്യണം. അതാണ് എനിക്ക് മനസ്സിലായി. ഓണർ അല്ലെങ്കിൽ ഇത്രയും തടിക്കുവോ? അപ്പൊ എല്ലാവരും കോളേജിൽ അങ്ങയുടെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അങ്ങയുടെ പേരെന്താ? ശിവജി. ശിവജി. ഇവിടെ എവിടെയാ? കരിയിലക്കുളങ്ങര. അപ്പൊ കരിയിലക്കുളങ്ങര ശിവജി ഇന്ന് മുതൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ഓക്കെ സർ, താങ്ക് യു. നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഗോപി, ഇനി നമ്മളെങ്ങോട്ടാ? സ്മിത. ആ, നമുക്ക് കുറച്ച് ആൾക്കാര്. അപ്പൊ നമുക്ക് ഹെഡ്ലൈൻസിലേക്ക് പോകുന്നതിന് പ്രിൻസിപ്പളാണ്. പേരെന്താ? എന്റെ ഡോക്ടർ മുഹമ്മദ് താഹ. വി വെൽക്കം കായംകുളം MSM കോളേജിന്റെ പ്രിൻസിപ്പലാണ്. അവിടെ ഡോക്ടർ ഗോപിനാഥ പിള്ളയൊക്കെ പഠിപ്പിച്ചിരുന്നില്ല. അതൊക്കെ എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച. ഓക്കെ, വളരെ സന്തോഷം. ചേട്ടന്റെ പേര്? കുഞ്ഞുമൻ. എന്റെ പേര് പുഷ്പമണി. ഞങ്ങൾ ടീം ചാരിറ്റി എന്ന് പറയുന്ന കായംകുളത്ത് ഒരു സംഘടനയുണ്ട്. അതിനുവേണ്ടി ലഹരിക്ക് ഞങ്ങൾ മരണം വരെയും പോരാടും. മരിച്ചാലും പോരാടും. ഓക്കെ, കായംകുളം നന്മ കൂട്ടായ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മയുണ്ട്. അതെല്ലാം കയറി അതിന്റെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് സുധാകരൻ. ഞാൻ കുടുംബശ്രീ പ്രവർത്തകയാണ്. ഞങ്ങൾക്ക് ഈ ലഹരി മുക്ത ഇതിനു വേണ്ടി എല്ലാവരും ഞങ്ങൾ പ്രയത്നിക്കുന്നതാണ്. പിന്നെ ഓടിക്കണം. സാറേ, ഇവിടെ ചാരിറ്റി സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പുണ്ടായിരുന്നു. അതെ. പെട്ടെന്ന് കുട്ടികളുടെ പാടിക്കും. പെട്ടെന്ന് പാടിക്കും. സമയമില്ല, ലൈവാണ്. പഠിക്കും. ഒരു നേരത്തെ കൗതുകമൊത്ത് വലിയൊരു കുഴിയിൽ ചാടരുതേ. മയക്കുമരുന്നും മദ്യവും വേണ്ട, മാറാരാധികൾ മാറേണ്ട. ലഹരിമരുന്നും മദ്യവും വേണ്ട, മാറാവ്യാധികൾ മാറേണ്ട. ലഹരികളൊന്നും ഇല്ലാതെ നല്ലൊരു ലോകം വാഴ്ത്തിടാൻ. അരുതേ അരുതേ ചങ്ങാതികളെ, ലഹരിക്കടിമകളാകെ. അറിയാനൊട്ടും വൈകരുതേ, അറിയാനൊട്ടും വൈകരുതേ. ഓ, താങ്ക് യു. പാട്ട് കൊള്ളാം. ഇനി നമുക്ക് ഫൈറ്റ് ആണ്. പാട്ട് കഴിഞ്ഞാൽ ഫൈറ്റ്. ഓക്കെ. എന്നാലും ഞാൻ ഇന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. കവിതയാണ് ഈ ലഹരിക്കെതിരെയുള്ള. രണ്ട് ലൈൻ. ഓ ചേട്ടാ, നമ്മുടെ കായംകുളത്തെ നമ്മുടെ ഒരു സ്ഥാപനമാണ് പട്ടർമാൽ മെഡിക്കൽ അബ്ദുൽ ലത്തീഫ്. എന്റെ റിയാസ്. പിന്നെ ഞങ്ങൾ MSM പ്രദേശ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടന ഇവിടെ ഉണ്ട്. ലഹരിക്കെതിരെ പോരാടുകയാണ്. കുറെ കാലമായിട്ട് ഒരാള് മരണപ്പെട്ടു. അങ്ങനെ ഉണ്ടായോ? ഇനി ആരും മരിക്കത്തില്ല. ഇനി മരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഓക്കെ. ലഹരിമുക്ത കേരളം. ലഹരിമുക്ത കേരളം പടുത്തുയർത്തിടാൻ സഹോ നമുക്ക് ഒത്തുചേർന്ന് ഈ മഹാവിപത്തിനെ തുരത്തിടാൻ. അതെ. ഓക്കെ. ചാരിറ്റിയിലാണ് കായംകുളം. എന്താ പേര്? സിനിമോൾ എന്ന പേര്. കായംകുളം ഹോസ്പിറ്റൽ ചാരിറ്റി പുതിയതായിട്ട് ഇപ്പോൾ ഞങ്ങൾ ലഹരിക്കെതിരായിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഉണ്ട്. അപ്പൊ താങ്ക് യു. വീട് എവിടെയാ? കായംകുളം. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഒരു പടം എടുക്കണം അല്ലേ? പെട്ടെന്ന് എടുത്തോണേ. റെഡി. ശരി. അപ്പൊ ഗോപി, നമുക്ക് ഹെഡ്ലൈൻസ് ബ്രേക്ക് ആണെന്ന് പറഞ്ഞു. ഗോപി, ബ്രേക്ക് ആണ്. അപ്പൊ VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 ചെറിയൊരു ഇടവേളയാണ്. നമ്മൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കായംകുളത്തിലെ വീതിയിലുണ്ട്. നമുക്ക് ഒരാളെ കൂടി ഒന്ന് സംസാരിച്ചിട്ട്. എന്താ പേര്? രൂപേഷ്. രൂപേഷിന്റെ വീട് എവിടെയാ? ഇവിടെ കായംകുളം. രൂപേഷിനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. സാറിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കണ്ടല്ലോ രൂപേഷ്. സാറിന് ഒരു കത്ത് കൊടുക്കാനുണ്ടായിരുന്നു. എനിക്ക് ഉണ്ട്. കത്ത് വാങ്ങിച്ചോളാം. ഞാൻ രജിസ്റ്റർ ചെയ്ത് അയച്ചായിരുന്നു നേരത്തെ. രൂപേഷിന്റെ ആവശ്യം എന്താ? എന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാൾ ചീറ്റ് ചെയ്തായിരുന്നു പൈസയുടെ. രൂപേഷിനെ പറ്റിച്ചോ? ഓ, അങ്ങനെയുള്ള കസ്റ്റമർമാരും ഉണ്ടോ ഈ നാട്ടില്? ഉണ്ട്. അപ്പം അത് നമുക്ക് ന്യൂസ് ഒന്നും പോലും കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാം. ഞാൻ അന്വേഷിച്ചിട്ട് ഈ വാർത്തയുടെ സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് രൂപേഷെ വാർത്ത കൊടുക്കും. ഓക്കെ, ഈ വാർത്ത കൊടുക്കും. നമ്മുടെ പ്രാദേശിക ലേഖനം അത് ചെയ്യും. ഓക്കെ രൂപേഷേ, ഞങ്ങൾ കടന്നു പോട്ടോ.
നമ്മളൊരു വലിയൊരു സമരം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തൊരു വിഷയം? എനിക്ക് ലാലേട്ടനെയും കൂടി ഒന്ന് നേരിട്ട് ലാലേട്ടനെ നമുക്ക് കാണിക്കാവുന്നേ. ലാലേട്ട ഇദ്ദേഹത്തിന് ഒന്ന് കാണണം കേട്ടോ, എവിടെയെങ്കിലും വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ അതും കൂടി പറയട്ടെ. എനിക്ക് ഉപ്പുമുളകില് അവിടെ ഞാൻ പോയായിരുന്നു, കാണാൻ പോയായിരുന്നു. അവരെല്ലാവരെയും കണ്ട് എനിക്ക് ഒന്നുകൂടി കാണാൻ ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ പോയി കണ്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ രൂപേഷേ, താങ്ക് യു സാർ.